വ്യാപാര യുദ്ധവും അധിനിവേശ പ്രഖ്യാപനങ്ങളും മൂലം പ്രതിസന്ധിയിലായ യൂറോപ്യൻ ബന്ധങ്ങൾ ഇറാന്റെ ആണവ പദ്ധതികൾ പറഞ്ഞ് ശരിയാക്കാമെന്ന ട്രംപിന്റെ സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റിട്ടുണ്ടോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏറ്റവും ഒടുവിൽ യുഎസിന്റെ ഇറാൻ ആക്രമണങ്ങൾക്ക് താവളങ്ങൾ വിട്ടുകൊടുക്കില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നിലപാടെടുത്തതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. ആകാശത്തോടെയുള്ള ഭരണമാറ്റത്തിൽ താൻ വിശ്വസിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചായിരുന്നു സ്റ്റാർമർ യുഎസ് വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ചത്. പിന്നീട് ഇറാൻ മിസൈൽ കേന്ദ്രങ്ങളിൽ ആക്രമണത്തിന് ഉപയോഗിക്കാമെന്ന് തിരുത്തിയെങ്കിലും നിരുപാധിക പിന്തുണയില്ലെന്നാണ് നിലപാട്. കഴിഞ്ഞ ദിവസം പാർലമെന്റിലും മുമ്പ് ഇറാഖിൽ ചെയ്ത അബദ്ധങ്ങൾ ചൂണ്ടിക്കാട്ടി ഇറാൻ ആക്രമണത്തെക്കുറിച്ച് തന്റെ ആദികൾ സ്റ്റാർമർ പങ്കുവച്ചിരുന്നു. ബ്രിട്ടന് പുറമെ സ്പെയിനും യുഎസിനെതിരെ നിലപാട് പരസ്യമാക്കിയതാണ്. ഇറാനിലെ യുഎസ് ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഇത് അപകടകരമായ സൈനിക ഇടപെടലാണെന്നാണ് പ്രതികരിച്ചത്. UN ഉടമ്പടികൾക്കപ്പുറത്ത് തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നും അവർ നിലപാടെടുത്തിട്ടുണ്ട്. ഇതേ തുടർന്ന് തെക്കൻ സ്പെയിനിലെ താവളങ്ങളിൽ നിന്ന് 15 US യുദ്ധവിമാനങ്ങൾ സ്ഥലം വിടേണ്ടി വന്നു. ഇവയിൽ പകുതിയും ജർമ്മനിയിലാണ് പിന്നീട് ഇറങ്ങിയത്. ജർമ്മനി, ഫ്രാൻസ് എന്നിവ ഇറാനെതിരെ പരസ്യ പ്രഖ്യാപനം നടത്തിയവരാണ്. എന്നാൽ ജർമ്മനി പോലും ആക്രമണത്തെക്കുറിച്ച് അറിയുന്നത് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ്. അതിനാൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേറെയും ഇപ്പോഴും തൃശങ്കുവിലാണ്. ആശങ്കയോടെ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയന്റെ പ്രതികരണം. അതേസമയം യൂറോപ്പിൽ നിന്ന് ആദ്യ ഭരണപ്രമുഖനായി ട്രംപുമായി ജർമ്മൻ പ്രസിഡന്റ് ചർച്ച നടത്തുന്നുണ്ട്. യുഎസുമായും സഖ്യകക്ഷികളുമായും സഹകരിച്ച് മേഖലയിൽ പ്രവർത്തിക്കാൻ ധാരണയിലെത്തിയെന്ന് കഴിഞ്ഞ ദിവസം ജർമ്മനിയും ഫ്രാൻസും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നേരത്തെ അധിനിവേശത്തിനെതിരായ നിലപാട് സ്വീകരിച്ച റഷ്യ കഴിഞ്ഞ ദിവസം രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.